ശരി. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാലോ അല്ലേ? ഓക്കെ. എൻ്റെ പേര് ഷെരീഫ്. പെരിന്തൽമണ്ണ ആണ് എൻ്റെ വീട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. എൻ്റെ ലീഡർ ജാഫർ സാറാണ്. ജാഫർ സാറിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ജാഫർ സാറിനെ പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് മുമ്പ് പരിചയമുള്ള ഒരാളാണ് ജാഫർ സാറ്. ഞങ്ങൾ 4-5 വർഷമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ സാറ് സൗദി അറേബ്യയിൽ നിൽക്കുന്ന സമയത്ത് ആളങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജാഫർ സാറിനെ നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണ്. പിന്നെ നാട്ടിൽ പോയതിന്റെ ശേഷം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എപ്പോഴും ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട്, റീപ്ലൈ തരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കലുണ്ട്, കോൺടാക്ട് ചെയ്യലുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് ജാഫർ സാറെ സ്റ്റാറ്റസുകളും ഫേസ്ബുക്കിലൊക്കെ ഓരോരോ പ്രൊഡക്റ്റുകളെ കുറിച്ച് കണ്ടപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജാഫർ സാറിന് ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവമാണ്, എലവൻസിന്റെ പ്രൊഡക്റ്റ് ആണ്, പിന്നെ ആയുഷ് പ്രീമിയം ആണ്. അത് പറയുമ്പോൾ നമുക്കൊന്നും അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പൊ വിശദമായിട്ടൊന്ന് പറയാൻ പറഞ്ഞ അങ്ങനെ എനിക്ക് കുറെ വോയിസ് ആയിട്ട് വിട്ടെന്ന് അതൊക്കെ ഞാൻ കേട്ട്. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ പിന്നെ അലർജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ സൗദി അറേബ്യയിൽ. അപ്പൊ അതിങ്ങനെ ഡോക്ടറെ അടുത്ത് പോകും, കുറച്ച് മരുന്നുകളൊക്കെ തരും. കാര്യമായിട്ട് ആന്റിബയോട്ടിക് ആണ്. അത് കഴിക്കും. ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഒന്ന് കുറവാകും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം, ഒരു 1.5 മാസം ആകുമ്പോഴത്തേന് വീണ്ടും തുടങ്ങും, വീണ്ടും പോവും. മറ്റേ ആവി എടുക്കുന്ന പരിപാടി, പിന്നെ കൂടുതലാകുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യും, പിന്നെ ഇൻഹീലർ തരും. അതങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ ജാഫർ സാറോട് ഇതിനെ കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഇതിനില്ല പ്രൊഡക്റ്റും കാര്യങ്ങളും നമ്മുടെ അടുത്തുണ്ട്, അലർജിന്റെ പ്രശ്നമാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക്, എന്താണ് ഏതാണ്ട് അറിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ റൂമിൽ നിന്നുള്ള ഒരാൾ നാട്ടിൽ പോയിരുന്നു. അയാളുടെ അടുത്ത് കുറച്ച് കഫ്നിലും കവചപ്രാശും അതാണ് എന്നോട് ആദ്യം ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞത്. അപ്പൊ അത് ഒരു 3 ബോട്ടിൽ കഫ്നിലും 1 ബോട്ടിൽ കവചപ്രാശും നമ്മളെ റൂമിലുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മുപ്പരത്ത് കൊടുത്തയച്ച് അത് ഞാൻ കഴിച്ചു തുടങ്ങി. ഈ ഒരു 4 ബോട്ടിലോളം കഫ്നിൽ കഴിച്ചു. പിന്നെ 1 ബോട്ടിൽ ഫുള്ളായിട്ട് കവചപ്രാശം കഴിച്ചു. അപ്പൊ ഈ കഫിന്റെ ഒരു 4 ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എന്റെ അലർജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശ്വാസം കിട്ടി എനിക്ക് അതുകൊണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മളെ കവചപ്രാശം കഴിച്ചിരുന്നു. അപ്പൊ കവചപ്രാശം കഴിച്ചപ്പോ പിന്നെ അലർജിൻ്റെത് മാറിയതിന്റെ കൂടുതലായിട്ട് ശരീരത്തിന് നല്ലൊരു സുഖം എനിക്ക് അനുഭവപ്പെട്ടു. അതായത് നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല, പക്ഷെ എങ്കിലും നമ്മളെ ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടി. തടിയൊക്കെ പോയ മാതിരി, നമ്മളെ ശരീരത്തിലെ ഫ്ലാറ്റ് ഒക്കെ പിന്നെ പോയ മാതിരി, ഫാറ്റൊക്കെ പോയി ശരീരത്തിന് എങ്ങനെ പറയാനറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ജാഫർ സാറിനോട് പറഞ്ഞു ഇത് സാധനം കുഴപ്പമില്ല, ഞാനിങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട്, എന്തായാലും നമുക്ക് കുറച്ചുകൂടി അത് 1 മാസം കഴിച്ചപ്പോഴേക്കും ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോട്ടിൽ 1 മാസം കഴിയുമ്പോൾ തീരുമല്ലോ. അപ്പൊ അതിന്റെ ശേഷം പിന്നെ ഒരാൾ വന്നപ്പോ 2 ബോട്ടിൽ കവചപ്രാശം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോട്ടൽ ഇപ്പൊ 3 ബോട്ടിലായി. 2 ബോട്ടിൽ കഴിഞ്ഞ് 3ാമത്തെ ബോട്ടിൽ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേറെ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറഞ്ഞ മാതിരി നാട്ടിൽ പോകുമ്പോൾ ചികിത്സിക്കും. ഇവിടെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിന് വലിയൊരു കാര്യമൊന്നുമില്ല മൈഗ്രെയിൻ. അവർ പറയണത് പിന്നെ ഈ പെയിൻ കില്ലറാണ് തരിക, പിന്നെ കറക്റ്റ് ഉറങ്ങുക, കറക്റ്റ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ പറയുള്ളൂ ഡോക്ടർമാർ. നാട്ടിലെ പിന്നെ ഇതിന് കുറച്ചൊരു എഫക്റ്റീവ് ഇല്ല മരുന്നുള്ളൂ. ഇവിടെ നമുക്ക് അത്തരം അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്ന് തന്നെ ഡോക്ടർമാരും പറയപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ജാഫർ സാറായിട്ട് സംസാരിച്ചപ്പോൾ ജാഫർ സാറിനോട് പറഞ്ഞ് പിന്നെ നമ്മളെ ഫൈട്രസ് ഉണ്ട്, പിന്നെ അതേമാതിരി ചാമ്പിത്തൈലുണ്ട്, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഫൈട്രസ് ഞാൻ 1 ബോട്ടിൽ ഉപയോഗിച്ചു. പിന്നെ ഇപ്പൊ ഒരു 3 ബോട്ടിൽ രണ്ടാമത് വരുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടെ ചാമ്പിത്തൈലം ഉപയോഗിക്കുന്നുണ്ട്, ബൃങ്കരാജ് ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കണ്ണിന്റെ താഴെ ഒരു കറുപ്പ് ഇത് പോകാല്ലേ അതിനുള്ള മരുന്ന് പിന്നെ പ്രൊഡക്റ്റുകൾ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല മാറ്റം തന്നെയാണ്. നമ്മളെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ എന്നും കേൾക്കണമാതിരി തന്നെ പ്രൊഡക്റ്റുകളൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എല്ലാവരും. പിന്നെ എന്താ വെച്ചാൽ അത് നമ്മൾ കുടിക്കുന്നതുമായിട്ട് കഴിക്കണമായിട്ട് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചു പോവുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കാനുള്ളത്. എനിക്ക് മൈഗ്രൈൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ലെവലായി വരുന്നു. ഇപ്പൊ ഒന്നും പിന്നെ റിസൾട്ട് പറയാനായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഫൈട്രസ് ഫുള്ളായിട്ട് കഴിക്കുമ്പോഴേക്കിന് റിസൾട്ട് പറയാനാവുന്നില്ലാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. പിന്നെ അതിലും വേറൊരു കാര്യമുള്ളത്, ഇന്ന് വളരെ ഇത് സാറ് ആദ്യം പറഞ്ഞ മാതിരി തന്നെ വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഞാൻ ഇങ്ങനെ ജാഫർ സാറായിട്ട് ബന്ധപ്പെട്ട ഇതിൽ പിന്നെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടും ചെറിയൊരു ബിസിനസ് ആയിട്ട് നമുക്ക് കഴിഞ്ഞമാരത് മുന്നോട്ട് പോകാന്നുള്ള പ്രതീക്ഷയിൽ ഇതിൽ തുടങ്ങി ഇങ്ങനെ ചേർന്ന് ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പിന്നെ
എമൗണ്ടിന്റെ വലിപ്പോ ചെറുപ്പോ എന്നുള്ളതല്ല. നമ്മളൊരു പരിപാടിയിൽ നമ്മൾ ചേർന്ന് നമ്മൾ അതിലൊരു ഭാഗവാക്കായി നമുക്ക് അതിന് കിട്ടുന്ന ഒരു ഇൻകം എന്നുള്ള നിലക്ക് ബുധനാഴ്ച നമ്മളെ അക്കൗണ്ടിൽ ഫസ്റ്റ് ഇൻകം MI ലൈഫിന്റെ കയറിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം എല്ലാവരും അറിയിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഷെരീഫ് സാർ. വലിയ വിജയങ്ങളിലേക്ക്, വലിയ റാങ്കുകളിലേക്ക് എത്തട്ടെ. ആദ്യമായിട്ട് ഇന്നലെ മെനിയാന്ന് ഈ ബുധനാഴ്ചയാന്ന് തോന്നുന്നു ഫസ്റ്റ് ഇൻകം നമ്മുടെ കമ്പനിയിൽ നിന്ന് ഷെരീഫ് സാറിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന വിവരം ജാഫർ സാർ വിളിച്ച് പറഞ്ഞിരുന്നു. ഷെരീഫ് സാർ ഉള്ളത് സൗദിയിലാണ്, എല്ലാവർക്കും അറിയാം. വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഇവിടെ ജോയിൻ ചെയ്ത് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. വിദേശത്തു നിന്നാണ്, സൗദിയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹം ജോലി ചെയ്യുന്ന അവിടെയാണ്, മോർണിംഗ് മീറ്റ് പങ്കെടുക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ വിദേശത്തുള്ള ആളുകൾക്കും ഈ ബിസിനസ് ചെയ്യാൻ കഴിയും എന്നാണ് ഷെരീഫ് സാർ ഇവിടെ നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളത്. വേറെയും കുറെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉമർസ്ഥാന ടീമിലൊക്കെ ഉള്ള അലി കുനൂസിനെ പോലത്തെ വലിയ ലീഡേഴ്സ് ഒക്കെ ഉണ്ട് വിദേശത്ത് നിന്ന് ജോലി ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ഏതായിരുന്നാലും അതോടൊപ്പം ഷെരീഫ് സാറ് പറഞ്ഞൊരു കാര്യം, കവചപ്രാശം കഴിച്ചു തടി കുറഞ്ഞു എന്ന്. നമ്മളാരെയും കേട്ടിട്ടുണ്ടല്ലോ കവചപ്രാശം തടി കുറയാൻ വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച്? ഇല്ല. പക്ഷേ ഷാനമടത്തിന്റെ ടീമിൽ അതുപോലെ വേറെ പല ടീമിലും ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. തടി ഉള്ള ആൾക്ക് അലർജി തുമ്മൽ പോലത്തെ പ്രശ്നത്തിന് നമ്മുടെ കവചപ്രാശം കൊടുത്തു. കുട്ടികൾക്കുൾപ്പെടെ തടി ഓവർ ഉള്ള ആളുകളെ തടി വല്ലാതെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല അനാവശ്യ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല സെറ്റായി ക്ഷീണം മാറി എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്റ്റുകളുടെ അമാസിങ് റിസൾട്ടുകളാണ് ഈ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വിഷയത്തിനായിരിക്കാം, പക്ഷെ കിട്ടുന്ന റിസൾട്ട് മറ്റാണ് എന്നുള്ളതാണ്. ഏതായിരുന്നാലും എല്ലാവർക്കും വലിയ വിജയങ്ങൾ ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി. അടുത്തായിട്ട് ക്ഷണിക്കുന്നത് ജസീന മാഡം ഫ്രം മലപ്പുറം ആദവനാട്. പ്ലീസ് വെൽക്കം. എന്റെ പേര് ജസീനാണ്. ഞാൻ ആദവനാട് നിന്നാണ്. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, സിദ്ദീഖ് സാറാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ഏകദേശം എന്താ പറയാ, ഞങ്ങൾ തമ്മിലൊരു 10-12 വർഷത്തെ പരിചയമുണ്ട്. എനിക്ക് സിദ്ദീഖ് സാറിനെ പരിചയപ്പെടുത്തിയത് ഒരു തങ്ങൾ എന്ന് പറയുന്ന ഒരാളാണ് പരിചയപ്പെടുത്തിയത്. അപ്പം എന്താണ്, അവിടുന്ന് ഇങ്ങോട്ട് മുതൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തമ്മിൽ നല്ല എന്താ പറയാ ഒരു സഹോദര ബന്ധം പോലെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിന്റെ ഇടയിൽ എന്നോട് എന്താണ് ആള് ഈ ന്യൂസിന്റെ ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയണ കാര്യമാണല്ലോ അല്ലേ. അപ്പം ഇപ്പൊ ഒരു വർഷം മുമ്പ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും ഇട്ടു, ഇതിൽ ചേരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എനിക്ക് അതിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അന്ന് എന്താണ് സാറ് ഐഡി അടിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഐഡി കട്ടായി പോയി. എന്നിട്ട് ഇപ്പൊ രണ്ടാമതും വീണ്ടും എന്താണ് സാറ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഈ മുട്ടുവേദന ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ശ്വാസം മുട്ടിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നോട് അതിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മരുന്നുണ്ട്, ഒന്ന് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുന്നു തന്നു. അപ്പം ഇൻഷാല്ല ഞാൻ ഇതിന്റെ ആദ്യം ഉപയോഗിച്ചത് എന്താണ് ചാമ്പി തൈലം എന്ന് പറഞ്ഞ തൈലായിരുന്നു. അത് ഉപയോഗിച്ച് എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല, എനിക്ക് ആ വേദന ഒക്കെ നല്ല ഏകദേശം 3/4 ഭാഗത്തോളം മാറിയപ്പോൾ ഞാൻ നിർത്തി വെച്ചു. അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല, അത് ഫുള്ളായിട്ട് മാറുന്ന വരെ തന്നെ തേക്കണം, എന്നാലാണ് അതിന്റെ ഗുണങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് അതുപോലെ തന്നെ ചെയ്ത് അപ്പൊ പിന്നെ അത് മാറി. പിന്നെ അതിൽ ഇടയ്ക്ക് എനിക്ക് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തലവേദന വരും. അപ്പൊ സാറ് പറഞ്ഞു ഇത് കാലുവേദനക്കും മറ്റു മാത്രമല്ല, നമുക്ക് തലയിൽ ഇത് തേക്കാനും ഉപയോഗിക്കാം, മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് തലയിലും തേക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ മറ്റ് സാധാരണ കാച്ചിയ എണ്ണ അങ്ങനെയൊക്കെ തേക്കല്, ഇപ്പൊ ഞാനത് മാറ്റിയിട്ട് ഇപ്പൊ ചാമ്പി തൈലം തന്നെയാണ് ഞാൻ തേക്കല്. ഇപ്പൊ എനിക്ക് അങ്ങനെ തലവേദനയുടെ പ്രശ്നങ്ങൾ, ഇപ്പൊ എത്ര ദൂരം ഞാൻ യാത്ര ചെയ്താലൊന്നും എനിക്ക് അങ്ങനെ ഒരു തലവേദനയുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, അപ്പൊ എനിക്ക് ഏകദേശം ഇതിനോടൊരു എന്താ ചെയ്താൽ കൊള്ളാം, ജോലിയായിട്ടല്ല ഒരു ബിസിനസ് ആയിട്ടല്ല, നമ്മളെ വീട്ടിലേക്ക് എനിക്കിത് കൊള്ളാം എന്ന് തോന്നിയപ്പോ ഞാൻ ഓക്കെ പകുതി മനസ്സോടെ ഞാൻ ശരി നോക്കാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ആ ഇടയിലാണ് എനിക്ക് തണുത്തത് അതുപോലെ ചൂടുള്ളതൊക്കെ കഴിക്കുമ്പോൾ പല്ലിന് ഭയങ്കര പുളിപ്പ്, വേദന, അങ്ങനത്തെ സംഭവങ്ങൾ വരുമായിരുന്നു. അപ്പൊ അതിന് സാറ് പറഞ്ഞു ഈ പേസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്, മാറ്റം ഉണ്ടോന്ന് അറിയാലോന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ആ പേസ്റ്റാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, പല്ല് പുളിപ്പോ കാര്യങ്ങളോ അതൊന്നുമില്ല. ഇപ്പൊ ഓക്കെയാണ്. പിന്നെ ഇപ്പൊ ഞാൻ എന്നിട്ട് എന്താ ആ പേസ്റ്റ് ഞാൻ എന്റെ അറിവിൽ 2-3 ആളുകൾക്ക് ഞാൻ അതെന്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ചെറുതായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പൊ ഇവിടെ വരെ എത്തിയപ്പോ നാളത്തെ പരിപാടിയാ ബ്രോൺ സിൽക്ക്
എന്താ പറയാ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇൻഷാ അള്ളാ ഇതിനൊക്കെ എന്നെ സഹായിച്ചത് സിദ്ദീഖ് സാർ തന്നെയാണ്. അതിനോട് എത്ര നന്ദി പറഞ്ഞാലും, കാരണം അത് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. പിന്നെ ഇതിൽ കൂടുതൽ എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇൻഷാ അള്ളാ ഇനിയും ഇതുപോലെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് ഞാൻ അപ്പൊ പറയാം. ഓക്കെ, താങ്ക് യു സിന മാഡം. നന്ദി പറയണ്ട, പ്രവൃത്തിയിൽ കാണിച്ചാൽ മതി. വിജയിച്ച് കാണിക്കലാണ് ഇവിടുത്തെ നന്ദി പ്രകടനം. നമ്മൾ ലീഡേഴ്സ് ഒക്കെ പറയാറുണ്ട്, പല പ്രധാനപ്പെട്ട ലീഡേഴ്സും മോർണിംഗ് മീറ്റിൽ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരിവിടെ വന്ന് സംസാരിച്ചതുകൊണ്ട് നമ്മുടെ ടീമിൽ നിന്ന് അവർക്കൊരു ഉറുപ്പിയും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ പകരം നന്ദി എന്ന നിലക്ക് നിങ്ങൾ ബിസിനസ് ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടായി വലിയ മുതലാളിമാരായി കണ്ടാൽ മതി എന്നാണ് അവർ പറയാറുള്ളത്. പകരം അതാണ് ഇവിടെ എല്ലാവരോടും പറയാനുള്ളത്. ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ്, സ്റ്റാർ റാങ്ക്. 50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 1-ലും 50,000 ബിസിനസ് വോളിയം ബ്രാഞ്ച് 2-ലും, അങ്ങനെ 1,00,000 ബിസിനസ് വോളിയം അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡേഴ്സിനാണ് ക്ഷണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് അസ്മാബി മാഡം ഉണ്ടാവും. അസ്മാബി TK. അസ്മാബി മാഡം, പ്ലീസ് വെൽക്കം. ഞാൻ ജസീല മാഡത്തിന്റെ നാത്തൂനാണ്. ഞാൻ 6 മാസമായി ഇതിലേക്ക് വന്നിട്ട് 3 മാസമായി ഐഡിയ അടിച്ചിട്ട്. ഞാൻ ഐഡിയ അടിച്ച രീതിയിൽ മരുന്ന് കുറച്ച് ഇതിനെ കഴിച്ചതിന് എനിക്ക് തൈറോയിഡിന്റെ അസുഖം ഉണ്ടായിട്ട് അതിന് ഞാൻ 3 മാസമായി തുടർച്ചയായിട്ട് 9 ബോട്ടിൽ കഴിച്ചപ്പോൾ എനിക്ക് തൈറോയിഡ് നോർമലായി 3.5 അപ്പം ഡോക്ടർ വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ആയുർവേദിക് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ 1 മാസം കൂടി ഗുളിക കുടിച്ച് നിർത്താമെന്നും പറഞ്ഞേ. പിന്നെ അഞ്ചത്തിക്ക് കവചപ്രാശം കൊടുത്ത് ഓക്കോല അലർജി മാറി. എനിക്ക് പിന്നെ ചാമ്പിത്തൈലം കൊടുത്തതിൻ്റെ വലിയ നാത്തൂന് ആങ്ങളുടെ പണി നോക്ക് കാലിന് തീരെ ഷുഗറായിട്ട് നടക്കാൻ പറ്റാത്ത ഒരാളാണ്. അത് കൊടുത്തിട്ട് ഓക്കും കുറച്ചൊക്കെ സുഖമായി കിട്ടിയെന്ന്, നടക്കാനൊക്കെ കുറേശ്ശെ കയ്യൽ തുടങ്ങിയെന്ന്. അങ്ങനെ കൊടുത്ത സോപ്പും പേസ്റ്റും കൊടുത്തവരൊക്കെ എല്ലാവരും നല്ലതാണ് പറഞ്ഞിട്ടുള്ള ഒരാളും അതിന് അഭിപ്രായത്തിൽ നല്ല അഭിപ്രായം അല്ലാതെ ക്വാളിറ്റി തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്കിപ്പോൾ ഇതിൽ കൂടി ഐഡിയ അടിച്ച് വന്നതിൻ്റെ ലക്ഷ്യം, എനിക്കിപ്പോൾ 10 വർഷമായിട്ട് ഒരു 40 ലക്ഷം ഉറുപ്പ്യ എൻ്റെ ഹസ്ബൻഡ് ചിലവാക്കിയെന്ന്. ഈ ബിസിനസ് കൂടെ ആ പൈസ ഇതിന്ന് കിട്ടാൻ കഴിയുമോ നോക്കാമെന്ന് വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സിക്ക് ഞാൻ വന്നത്. ഹസ്ബൻഡ് എനിക്ക് എപ്പോഴും സപ്പോർട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. 15-ാം തീയതിയുടെ ഉള്ളിൽ പോവും. ഇപ്പം സാധനം വാങ്ങാനൊക്കെ പൈസ ഇറക്കിയെന്ന് വാങ്ങിയതിന് എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിജയത്തിലേക്ക് വരുന്ന നമ്മളെ അസുഖത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഇതിന് നല്ലതായി വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക് യു അസ്മാബി മാഡം. ഒരുപാട് ശാരീരിക പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും എന്ന പ്രതീക്ഷയിലായിരുന്നു ഐഡിയ അടിച്ച് വന്ന് നോക്കിയത്. വന്ന് കയറിയ സമയത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. തൈറോയിഡ് നമുക്കറിയാം, ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നതാണ്. അലോപ്പതി മരുന്ന് വർഷങ്ങളോളം കുടിക്കും, കാര്യമായ പുരോഗതിയൊന്നും ആർക്കും ഉണ്ടാവാറില്ല. അത് മരണം വരെ തുടരേണ്ടതാണ്. എന്നാൽ ഇവിടെ അസ്മാബി മാഡത്തിന് കിട്ടിയിട്ടുള്ള റിസൾട്ട്, ആശ്വാസം, അത് മറ്റൊരാളെ പ്രത്യക്ഷത്തിൽ കാണിക്കാൻ കഴിയില്ല. നമുക്ക് ശരീരത്തിന് കിട്ടിയിട്ടുള്ള ആശ്വാസവും അതുവഴി കിട്ടുന്ന ആനന്ദവും. അപ്പോൾ അത് ഉൾക്കൊണ്ട ആളുകൾ വീണ്ടും വീണ്ടും ഇത് നെഞ്ചോട് ചേർത്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണ് വലിയ ശാരീരിക പ്രയാസങ്ങൾ നേരിടുന്ന ഒരാളാണ് അസ്മാബി മാഡം. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ വിജയങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ സാമ്പത്തികം ചികിത്സക്ക് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട്. ആ ചെലവ് അയച്ചതൊക്കെ ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അത് പഠിച്ചവൻ സാധിപ്പിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അതിന് കഴിയും. അതിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഈ ബിസിനസ്സിൽ ഉണ്ട്. അപ്പൊ അത് നമുക്കൊക്കെ ഏറ്റെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് ഇതേപോലെ സ്റ്റാർ റാങ്കിലേക്ക് എത്തിയിട്ടുള്ള സാഹിറ മാഡം, പ്ലീസ് വെൽക്കം. ഈങ്ങാപ്പുഴ. ഗുഡ് ഈവനിങ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ സന്തോഷം അറിയിക്കാനുള്ളത് എൻ്റെ ഷാഹിന മാഡത്തിനോടും അതുപോലെ തന്നെ സിദ്ദീഖ് സാറോടും. കാരണം ഞാന് ഒരു ചാമ്പിത്തൈലം എനിക്ക് തന്നു. ചാമ്പിത്തൈലം തേച്ച് അൽഹംദുലില്ലാഹ് കൈവേദന കുറച്ച് കുറഞ്ഞു. പിന്നെ നീം സോപ്പും തേച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ രോഗത്തിന് മാത്രമേ ഞാൻ മരുന്ന് കുടിക്കുന്നുള്ളൂ, എനിക്ക് ഒരാളെയും കിട്ടൂല. ഒന്നാമത്തെ കാരണം ഇവിടെ ഞങ്ങളെ ഈ
സ്ഥലത്ത് ഒരു 10 പേരെങ്കിലും ഈ ബിസിനസ് ചെയ്തവരുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ആളും ഉണ്ട്. എന്തായാലും എനിക്കൊരാളെയും കിട്ടൂല, അതുകൊണ്ട് ഞാൻ ബിസിനസ്സിനൊന്നും ഇറങ്ങൂല എന്ന് പറഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് എത്തിയത് തന്നെ എൻ്റെ പിന്നെ എന്തായാലും ഷൈന മാഡത്തിന്റെ ഒരു വലിയൊരു മിടുക്കും സാമർത്ഥ്യം തന്നെയാണ്. കാരണം എൻ്റെ കൂടെ എല്ലാത്തിനും വരികയും എന്നോട് നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സിദ്ദീഖ് സാറും എൻ്റെ കൂടെ വരികയൊക്കെ ചെയ്ത് ഇനി മുന്നോട്ടും ഇതേപോലെ തന്നെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മുന്നോട്ട് എന്തായാലും ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഞാന് 95 കഴിച്ചിരുന്നു, നെറോ എനർജിയും കഴിച്ചു. അൽഹംദുലില്ലാ അതുകൊണ്ടൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബിസിനസ്സിന് ഇറങ്ങണം. ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഏതായാലും എനിക്ക് ഭയങ്കര മടിയാണ് ഇതിനൊക്കെ ഇറങ്ങാനും. ഇങ്ങനെ ഞാൻ ഷൈന മാഡത്തിനോട് ഞാൻ പറയുകയും ചെയ്ത് എനിക്ക് ഒന്നും വേണ്ട, കാരണം ഇതിലൊക്കെ പോയിട്ടൊക്കെ ഇപ്പൊ നാളത്തെ പരിപാടിയിൽ ഏതായാലും പോണം, അപ്പൊക്കെ ആരും അറിയരുത് എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അത്രക്കും മടിയാണ്. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ആവുകയും ചെയ്ത്. എന്നാലും ബിസിനസ്സിന് ഇറങ്ങണം. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എൻ്റെ മോനാണ് ഞങ്ങൾ ഇതുവരെ നോക്കിയത്. അപ്പം എന്തായാലും എങ്ങനെയെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കണം. അള്ളാന്റെ തൗഫീക്കും എല്ലാവരും ദുആയും ഉണ്ടാവണം. ഗുഡ് ഈവനിങ് ഓൾ. എന്തായാലും അച്ചീവ്മെന്റ്സ് നേടിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. പിന്നെ കുറെ ആള് എൻ്റെ ടീമിൽ നിന്ന് വിജയിക്കാൻ പറ്റിയിരിക്കണേ. ഇനി അതുപോലെ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ സാറാമ്മയുടെ നേരത്തെ സംസാരിച്ചു. എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം, ഞാൻ ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് ആദ്യം സാറാ മാഡത്തിന്റെ മകനോട് തന്നെയാണ് ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നത്. എന്താ പറയാ, ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളെ ഫ്രണ്ട്സിനോട് എല്ലാരോടും ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു തന്നതും ഞങ്ങൾ എന്തായാലും ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ ടൈലറിങ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോ ഇതുപോലെ പ്രൊഡക്റ്റുമാണ് നമുക്ക് ഇത് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ഞാൻ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ടും കൂടി കിട്ടിയപ്പെട്ടോ ആ റിസൾട്ടും ഒക്കെ മനസ്സിലാക്കിയപ്പോ അങ്ങനെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് അന്ന് ഇട്ടതാണ് നിസാർ സാറ്. അന്ന് സാറാ മാഡത്തിന് ഇതിനെ കുറിച്ച് കൂടുതലായി അറിയണമില്ല. പിന്നെ തൊട്ടടുത്ത് ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് ചെയ്യണുണ്ട്, ഒരു ഐഡിയ ഒക്കെ അടിച്ച് പിന്നെ ഒന്ന് നോക്കിക്കണേ, ശ്രമം നടത്തിക്കണേ അവര്. പക്ഷെ അവര് ഇതിനെപ്പറ്റി ക്ലാസ് ഒന്നും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിക്കണം. പക്ഷെ സാറാ മാഡത്തിനൊന്നും ഇതിനെപ്പറ്റി അധികം അറിയണുണ്ടായില്ല. അതുകൊണ്ട് കുറച്ച് മാറി നിന്ന്. പക്ഷെ ഇപ്പം കൂടുതൽ പഠിച്ച് മുന്നോട്ട് വന്ന് അന്ന് നിസാർ സാറ് അവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് എന്നല്ലാണ്ട് അതുപോലെ അവരമ്മായിന്റെ മോനും അതേമാതിരി അങ്ങനെ ഇതിലുണ്ട് നസീമ മേഡം, അവരെ മകനും, അങ്ങനെ കുറെ ഫ്രണ്ട്സുകൾ ഇതിൽ വന്നിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു ഞാൻ ഏകദേശം കൊണ്ടുവന്നവർക്കൊക്കെ നല്ല ബിസിനസ് വോളി അവിടെ ആക്കിയിട്ടിട്ടുണ്ട്. എപ്പോഴാ അവർക്ക് ചെയ്യാൻ കഴിയണ വെച്ചാൽ അവർ ചെയ്തോളല്ലോ. കിട്ടണവരൊക്കെ ഇതിൽ പിടിച്ചില്ല. ഇന്ന ആളെന്നൊന്നുമില്ല, പണക്കാരനോ പാവപ്പെട്ടനോ ജോലി ഉണ്ടോ ഇല്ലേന്നൊന്നുമില്ല. എല്ലാവർക്കും ഏതവസ്ഥയിലും അവസരങ്ങളൊക്കെ മാറി മറിയാം. അപ്പൊ എല്ലാരും ഇതില് പിടിച്ചു കൊണ്ടുവന്നിട്ടാ ഓല് പഠിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ സാറാ മാഡത്തിന്റെ അവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കിയോണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ലക്ഷ്യവും അതന്നെയായിരുന്നു. സാറാ മാഡത്തിന് അവിടെ ഒരു താങ്ങായിട്ട് മകൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് ഇല്ലാണ്ടായ സമയം മുതൽ മകന് ചെറുപ്രായമാണ്. അന്ന് മുതൽ മോനെ നോക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാനെ അനിയനുണ്ട്, അനിയനെ പഠിപ്പിക്കുന്നുണ്ട്. അനിയന് ഉസ്താദാവാൻ പഠിച്ച് കഴിയാറായി. അതേമാതിരി മോളെയും പഠിപ്പിച്ച് പിന്നെ ഒരു കരക്കെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നിസാർ സാറും. അതോടൊപ്പം ഉമ്മാനെയും സംരക്ഷിക്കേണ്ട. അതിന്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അവരിൽ ഇത് എത്തിക്കണം എന്നും അവര് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇതുവരെ എത്തിച്ച് അങ്ങനെ സാറാ മാഡത്തിനും ക്ലാസ്സുകൾ കൊടുക്കാനും ഒക്കെ അവസരങ്ങൾ കിട്ടി ഇതുവരെ എത്തിച്ചപ്പം ഒരുപാട് സന്തോഷം. അതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറെ അതിന്റെ താഴെ വന്നവരൊക്കെ
ഞാൻ ഇതുപോലുള്ള ആഗ്രഹങ്ങളും കൊണ്ട് വന്നതാണ്. അങ്ങനെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ പോയിന്റോ അതുപോലെ അവിടെ വരുമാനം വരുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല. ആരെന്റെ കൂടെ ഞാൻ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നുണ്ടോ ഓലെ കൂടെ നന്നായി വർക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മോള് ഇവിടെ ഉണ്ട്, പ്രഗ്നന്റ് ആണ്, കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പുറത്തു പോകണില്ലെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ് ചെയ്യിക്കാൻ കഴിയണമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറെ സാറാമാരും കുറെ ആളുകൾ ഉണ്ടാവും പിന്നെ പുറത്തിറങ്ങാതെ നിന്നവര്, അവരെ പുറത്തിറക്കി നല്ല രീതിയിൽ തന്നെ ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ബിസിനസ്സായി നമ്മളെ കയ്യിൽ കിട്ടിയത് മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒപ്പം നമ്മളെ കുടുംബത്തിനെയും രക്ഷിക്കണം. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഹസ്ബൻഡ് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ഇനിയിപ്പം ഗൾഫിൽ നിന്ന്. അപ്പം അദ്ദേഹത്തോടൊപ്പം നിന്ന് അദ്ദേഹത്തിനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതിനൊക്കെ കഴിയട്ടെ, എല്ലാവരും ഉന്നത വിജയത്തിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഷൈന മാഡം. ഇതാണ് ഈ ബിസിനസിന്റെ ആകത്തുക. ഷൈന മാഡം പറഞ്ഞത്, നമ്മൾക്ക് വരുമാനം ഉണ്ടോ എന്ന് നോക്കാതെ നമ്മുടെ കൂടെ റൈറ്റിലും ലെഫ്റ്റിലും ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയെടുത്താൽ ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം കിട്ടും. ബെല്ലിസാറ് പറയുന്ന വാക്ക് കടമെടുത്താൽ ഓർക്ക് ഉച്ചക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പൊലച്ചക്ക് കിട്ടും. അപ്പോൾ അവർക്ക് കിട്ടാനുള്ള പണി മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയണം. അതിന് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മളെ സലീം ഉസ്താദിനൊന്ന് സംസാരിച്ചൂടെ? സലീം സാറെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ബിസി, കല്യാണങ്ങളൊക്കെ ആയിരുന്നു. പുതിയ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് സംസാരിച്ചാൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ഹോൾ. താങ്ക് കരസ്ഥമാക്കിയ എല്ലാവർക്കും ഒറ്റ 1000 മിനിറ്റ്. അതിനിടയ്ക്ക് ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്ത പറയാനുണ്ട്. സലീം ഉസ്താദ് ഇന്നലെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. ഒരു പുതിയ സ്കൂട്ടറൊക്കെ വാങ്ങി ബിസിനസ് സജീവമാവാനുള്ള ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ സന്തോഷം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു. അപ്പോ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആ ഒരു തുടക്കം, പുതുവത്സരത്തിലുള്ള ആ ഒരു വണ്ടിയും തുടക്കം വളരെ ഗംഭീരമാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. പിന്നെ റാങ്ക് കരസ്ഥമാക്കിയ എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതേപോലെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വലിയ വലിയ വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കുറേ ദിവസമായി രാത്രിയിൽ കയറിയിട്ട്, ഒന്നാമത് കല്യാണം ഉണ്ടായിരുന്നു, രണ്ടാമത് ഇപ്പം നിസ്കാരത്തിൻ്റെ ടൈമൊക്കെ ഇങ്ങോട്ട് വന്നത് കൊണ്ട് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. പിന്നിപ്പം ഭക്ഷണം നേരത്തെ കഴിഞ്ഞു, അപ്പോൾ ഇതിൽ കയറിയതാണ്. പിന്നെ രാവിലത്തെ മീറ്റിംഗ് കഴിയുന്നതൊക്കെ കേൾക്കാറുണ്ട്, ഇന്നൊന്നിലൊക്കെ കേട്ടു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വാതിൽ തന്നെ ഞാനും സാറ് പറഞ്ഞതുപോലെ ഓരോരുത്തരിപ്പോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഇതുണ്ടോ ഇന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടോ, നമ്മളെ അസുഖമുണ്ട്, അസുഖത്തിനൊക്കെ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൊടുത്ത ആൾക്കൊക്കെ റിസൾട്ട് ഇപ്പോൾ എളാമാക്ക് കൊടുത്തു. ഇപ്പോൾ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ എളാമ ഒരുവിധമൊക്കെ റാഹത്തായി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ രണ്ടാമത്തെ മാസമായിട്ടുള്ള കൊടുത്തിട്ട് ഇപ്പോൾ സാറ് അന്ന് വയറ്റൊന്നും പോകുന്നില്ല, ഇപ്പോൾ ഒക്കെ ഏകദേശം ക്ലിയറായി വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനും ഭാര്യയ്ക്ക് കൊടുത്തിരുന്നു, ഭാര്യൻ്റെ ഏകദേശം ഒക്കെ റെഡിയായി. ഇൻഷാ അല്ലാഹ് നല്ല നല്ല റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനിയും എല്ലാവർക്കും വിജയത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, താങ്ക് യു. താങ്ക് യു സലീം ഉസ്താദ്. വലിയ വിജയങ്ങളിലേക്ക് എത്തട്ടെ. നമ്മള് വൈഫിന്റെ ആണെങ്കിലും അതേപോലെ ഇളാമൻ്റെതൊക്കെ ആണെങ്കിലും കുറച്ച് തുടരണം. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ശാലമേടത്ത് സംസാരിച്ചാൽ മതി. ആശ്വാസം വന്നു എന്നതുകൊണ്ട് ഉടനെ നിർത്തരുത് എന്ന് മാത്രം ഒന്ന് പറയാം. കാരണം നമ്മളൊരു ഒരു 3 മാസമെങ്കിലും ഒരു എന്താണെങ്കിലും, കാരണം നിങ്ങൾ കൃത്യം ടൈം എനിക്ക് ഓർമ്മയില്ല, ഞാൻ സൂചിപ്പിക്കുന്നത് തന്നെ ഉള്ളൂ. പൊതുവെ എല്ലാവരോടും പറയാണ്, നമ്മൾ ചില പ്രോഡക്റ്റ് ഒക്കെ 1 മാസമൊക്കെ അല്ലെ 1.5 മാസം ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റം വരും. പക്ഷെ അതവിടെ ഒന്നുകൂടെ തുടർന്ന് ഒരു 3 മാസം ഒന്ന് തുടരാൻ ശ്രമിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് വലിയ മാറ്റങ്ങളിലേക്ക് അത് പോകും. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ജബ്ബാർ സാറേ. താങ്ക് യു. ഓക്കെ ജബ്ബാർ സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ. ഏതായാലും AIGയുടെ ആദ്യ 4 റാങ്കുകളിൽ നിന്ന് ബ്രൗൺസ് മുതൽ ബ്രൗൺസ്, സിൽവർ, സ്റ്റാർ, റൂബി റാങ്കുകൾ അച്ചീവ് ചെയ്ത എല്ലാ ലീഡേഴ്സിനും
അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ആഴ്ചയിൽ സ്റ്റേജിൽ കയറാൻ തന്നെ തയ്യാറായിക്കൊണ്ട്, കാരണം ബെന്നി സാറ് പ്രഖ്യാപിച്ച ആ ഒരു കോൺടെസ്റ്റ് എന്താ പറയുക അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ സാധിച്ചു എല്ലാവർക്കും. ഇനിയും തുടർന്ന് അങ്ങോട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കുറേ ആയിട്ട് ഞാൻ കുറച്ച് പുറകിൽ തന്നെയാണ് ഉള്ളത്. കാരണം വേറെ ഒന്നുമില്ല, ശക്തമായ മഴ വന്ന സമയത്ത് ഒന്ന് നിന്നു പോയതാണ്. പിന്നെ ആ നിപ്പം അങ്ങനെ അങ്ങ് നിന്നു. ഇനിയിപ്പോൾ 2026 പിറന്നല്ലോ, ഇനി ആരംഭിക്കണം. 2026 എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നാളത്തെ മെഗാ ഇവൻറ്റിന് ശേഷം, മീറ്റിന് ശേഷം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാൻ, നമ്മളെ സൈറ മേഡം തന്നെയല്ലേ ഈ അപ്പോൾ നിസാറിൻ്റെ ഉമ്മ, അവരിപ്പോൾ പറഞ്ഞത് ഇവിടെ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആളെ കിട്ടൂല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കോഴിക്കോട് ലുലുമാൾ തുടങ്ങിയ സ്ഥിതിക്ക് ജാംജൂമൊക്കെ പൂട്ടി പോകേണ്ടി വരും. മലബാർ ഗോൾഡ് ഉള്ള സ്ഥിതിക്ക് മറ്റ് ജ്വല്ലറികളൊക്കെ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഇവരിപ്പോൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അതായത് ഈ ബിസിനസ്സിലേക്ക് നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ആര് പോയി പറഞ്ഞാലും കേൾക്കില്ല. പക്ഷേ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചില ആളുകൾ ഇതിലേക്ക് വന്നുപെടും. നമ്മൾ കുറച്ച് പോയി അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന സമയത്തും സംസാരിക്കുമ്പോഴും പെട്ടെന്ന് വന്നില്ലെങ്കിൽ എന്നാൽ ഒരു പേസ്റ്റ് കൊണ്ടാന്ന് പറയും. അപ്പോൾ ഒരു പേസ്റ്റോ എന്തെങ്കിലും ഒന്നും ഒരു ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മാറ്റം വരും. അല്ലെങ്കിൽ പറയും ഒരു ലിവഗൈനോ ഗ്യാസിനുള്ള മരുന്ന് കൊണ്ടാണെന്നാണ് പറയാം. ലിവഗൈൻ അപ്പോൾ അവർക്ക് പേരൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ ഓരോന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ടേ കടന്നു വരും. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും എന്താവില്ല, ആളുകൾ കയറിയില്ല. ഇപ്പോൾ ഞാനും സൈനമേഡും ഒക്കെ IS50 എടുത്ത പ്രോഡക്റ്റുകൾ ഞങ്ങൾക്ക് 2025 ഏകദേശം പകുതിയോളം ആയില്ല കഴിഞ്ഞ സമയത്ത് നമുക്കത് മൂവിങ് തുടങ്ങി. പക്ഷെ ഇപ്പോൾ നമ്മളിത് സ്റ്റോക്കില്ല. IS50 എന്ന് പറഞ്ഞാൽ സിദ്ധി സാറിന് പറഞ്ഞാൽ കഴിഞ്ഞ 2024 ഇവിടെ വെച്ചെടുത്ത പിന്നെ നോളജ് സിറ്റി പ്രോഗ്രാമിന് എടുത്താൽ ഇത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ നമ്മൾ കുറച്ചൊക്കെ സിദ്ധി സാർ എടുത്തിട്ടുണ്ട്, കുറച്ച് സലീം സാർ വാങ്ങിച്ചു പോയിട്ടുണ്ട്, ഒന്ന് രണ്ട് പീസുകളൊക്കെ. പക്ഷേ അവർ കൊണ്ടുപോയതിന് ശേഷം പിന്നെ അതിന് ആളുകൾ വരുന്നത് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റോക്ക് ചെയ്ത് വരിക. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളെടുത്ത് നോക്കുമ്പോൾ ഒരു സാധനം സ്റ്റോക്കില്ല. അപ്പോൾ നമുക്ക് ഡേറ്റുള്ള പ്രോഡക്റ്റുകളായതുകൊണ്ട് പ്രോഡക്റ്റൊക്കെ നമ്മൾ എടുത്തു വെച്ചാൽ ഒരിക്കലും നമുക്ക് നഷ്ടം വരുന്നില്ല. ഇതെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കും വേണ്ട, അതങ്ങ് പോകും. അത് ഷുവറാണ്. കാരണം നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഫുൾ ടൈം ഉണ്ടെങ്കിൽ, അല്ല ബിസിനസ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ഫുൾ ടൈം അല്ല ഹാഫ് ടൈം ആയാലും കുഴപ്പമില്ല, അതിൽ നമ്മൾ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് ചിലവാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് കാരണം നമ്മളൊക്കെ പഠിച്ചത് അതിലങ്ങനെ തന്നെ. ഇപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞാൽ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ എന്താ പറയുക, അന്ന് വില കൂടിയ സമയത്ത് നമ്മൾ എടുത്തുകൊണ്ട് അതേ വിലക്ക് തന്നെ എപ്പോഴും വിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ല, വില കുറഞ്ഞ സമയത്ത് എടുത്തുകൊണ്ട് സംഭവം ഇപ്പോൾ നമ്മൾ വില കൂടിയ സമയത്ത് നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. കുറേ പ്രോഡക്റ്റ് നമുക്ക് അങ്ങനെയാണ് വിറ്റ് സെയിലായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആര് നമ്മൾ ആളില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിചാരിക്കില്ല, എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എത്തിപ്പെടും. അങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ്. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഓരോ കടകളിലൊക്കെ തുറന്നില്ല, അപ്പോൾ അങ്ങാടിയിലൊക്കെ പോയി തന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളെ മുന്നിൽ കൂടെ പോകുന്ന കടയിൽ കയറാതെ ചിലപ്പോൾ ലാസ്റ്റുള്ള കടയിലുകളൊക്കെ പോയി കയറും എന്നതുപോലെയാണ്. ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങും. ഇപ്പോൾ അപ്പുറത്ത് വാങ്ങുന്ന ആൾ ഇപ്പോൾ അവർ ചിലപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ തൊട്ടടുത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത ആളിത് ചെയ്യുന്ന സമയത്ത് ഞാനെങ്ങനെ ഇപ്പോൾ അവളോട് വാങ്ങുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട്. എൻ്റെ തൊട്ടടുത്തുനിന്ന് ഉള്ള ആളുകളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി പോയിട്ട് നേരെ സായന മേഡത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കല്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, അതിലൊന്നും കാര്യമില്ല. അപ്പം ഏതായാലും ഇനി എല്ലാവർക്കും വിവരങ്ങൾ എത്താൻ കഴിയട്ടെ. അതുപോലെ പ്രോഡക്റ്റ് നമ്മളൊരു രോഗാവസ്ഥയിലാണെങ്കിൽ ഒരു 3 നേരം വെച്ച് കഴിക്കണം, അല്ലെങ്കിൽ 2 നേരം കഴിച്ചാൽ മതി. സാധാ നോർമലിയിൽ നമ്മൾ എന്താ പറയുക 2 നേരം കഴിച്ചാൽ മതി. രോഗാവസ്ഥയിലൊക്കെ പോയി രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കമ്പനി പറയുന്നത് തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ, രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സിസ്റ്റത്തിലാണ് 2 നേരം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ രോഗികൾക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 3 നേരമായി കൊടുക്കുക. ഡോസ് അല്പം കൂടി നേരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ എനിക്കൊക്കെ വീട്ടിലതിന് അനുഭവമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാവർക്കും വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഇനി ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് കോഴിക്കോട് നളന്തയുടെ മുറ്റത്ത് വെച്ച് കാണാം. എല്ലാവർക്കും ഹാളിൽ കാണാൻ കഴിയില്ല, കാരണം തിരക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് മുറ്റത്ത് വെച്ച് കാണാന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു ജബ്ബാർ സാർ. തീർച്ചയായിട്ടും നളന്തയിൽ നേരത്തെ എത്തണം. ഞാനൊക്കെ പ്ലാൻ ചെയ്ത് 9 മണിക്ക് അവിടെ എത്താനാണ്. കാരണം എന്നാലേ നമ്മൾക്ക് പിന്നെ കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റൊക്കെ നമുക്ക് കണ്ടെത്തി അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അത് പ്ലാൻ ചെയ്യുക.
വിജയം ഒരു സംശയമില്ല. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മളെ തേടിയെത്തും. അതാണ് സൈക്കോളജി, അതാണ് പ്രകൃതി നിയമം. അതിന് നമ്മൾ തയ്യാറാവും. നമ്മൾ എന്താ ലൈവ് ഉണ്ടാവും? അല്ലല്ല, അങ്ങനെ ലൈവ് സംഭവം ഒന്നും ഇതിലുണ്ടാവില്ല. ലൈവ് ഷെരീഫ് സാർ ചോദിച്ചാൽ ലൈവ് ഉണ്ടാവുക, പ്രോഗ്രാമിന്റെ ലൈവ് ഉണ്ടാവില്ല. അത് അത്തരം ഒരു ടെലികാസ്റ്റിംഗ് രീതിയിലുള്ള സംവിധാനമല്ല, നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ആണല്ലോ. പിന്നെ പ്രധാന ലീഡേഴ്സിന്റെ എന്തെങ്കിലും സ്പീച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ വരാം. ഇപ്പോ ഉമർ ഉസ്താദ് ഒരു പോസ്റ്റർ ഗ്രൂപ്പിൽ ഇട്ട് കണ്ടു. 400 പുലിക്കുട്ടികൾ UBGയിൽ നിന്ന് നാളെ നളന്തയിൽ ഉണ്ടാവുന്നു. അതായത് നളന്തയിൽ നാളെ നടക്കുന്ന പ്രോഗ്രാമിൽ ആകെ 1000 സീറ്റാണ് ഉള്ളത്. 1000 ടിക്കറ്റേ കൊടുത്തിട്ടുള്ളൂ. ഇന്നിപ്പോ നമ്മുടെ ടീമിൽ നിന്ന് ചില ആളുകളൊക്കെ ചോദിച്ചു ടിക്കറ്റ് കിട്ടുമെന്ന്. അത് സാധ്യത ഇല്ല എന്ന് ബിൻസാർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 1000 സീറ്റ് ഫുള്ളാണ്. ഈ 1000 സീറ്റിൽ 400 പേര് UBG നമ്മുടെ ഉമർ ഉസ്താദിന്റെ ഈ വിങ്ങിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വിങ്ങിന്റെ, അതായത് അതിന്റെ ഒരു സ്ട്രെങ്ത്, അതിന്റെ ഒരു വലുപ്പം നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഈ 400-ൽ 40 പേര് നമ്മുടെ ഈ ഒരു കൊച്ചു ടീമിൽ നിന്നുള്ളതാണ്. 40 പേര്, 41 പേരുണ്ടാവും. 41 പേര് ഉമർ ഉസ്താദ് ഈ പറഞ്ഞ 400-ൽ 41 പേര് നമ്മുടെ ടീമിൻ്റെതാണ്. റഷീദ് സാറിന്റെ ടീം IBGയിൽ നിന്ന് ടോട്ടൽ എനിക്ക് തോന്നുന്നത് 98 മറ്റോ ആളുകളാണ് ടോട്ടൽ പേര് കൊടുത്തിട്ടുള്ളത്. 100 അല്ലെങ്കിൽ 102-ലേക്ക് എത്തിയേക്കും. അതിൽ അതായത് റഷീദ് സാർ ഒരു RTC ലീഡർ, താഴെ സൗദ മാഡം STC, നമ്മുടെ സാബിത് സാർ STC, DTCകൾ കുറെ ഉണ്ട്. ഇവരൊക്കെ ഇത്രയും ലീഡേഴ്സിൽ നിന്ന് ഏകദേശം 62 ആളുകളും നമ്മുടെ ഒരൊറ്റ ടീമിൽ നിന്ന് 41 അല്ലെങ്കിൽ 40 ആളുകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ വലുപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയാം. നമുക്കുള്ള കഴിവ്, നമ്മുടെ കഴിവ് നമുക്ക് കഴിയില്ല. ഇപ്പൊ ഷായർ മാഡം പറഞ്ഞു കഴിയൂല, പറ്റൂല, കാണൂല, കിട്ടൂല എന്നുള്ള ചിന്തകൾ. ഒരാളെ പേര് പറഞ്ഞാലും എല്ലാവരെയും പ്രശ്നം ഒക്കെ തന്നെയാണ്. എനിക്ക് അതേ കിട്ടുമോ, ഓൾക്കൊക്കെ കിട്ടും, പക്ഷെ എനിക്ക് ഓൺ നടക്കൂല. എന്നോട് ചില ആളുകൾ പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ നടക്കുക, കാരണം നിങ്ങൾ ഇപ്പൊ എങ്ങനെ സംസാരിച്ചൊക്കെ പരിചയമുള്ള ആളാണല്ലോ, നിങ്ങൾക്കൊക്കെ നടക്കുക, പക്ഷെ എനിക്ക് നടക്കൂല. ഒക്കെ വെറുതെയാണ്. എല്ലാവർക്കും നടക്കും. ഇവിടെ വിദ്യാഭ്യാസം ഉള്ള ആളുകൾക്കും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും ഒരേപോലെ ഏറ്റെടുക്കാവുന്നതാണ് ഈ ബിസിനസ്. നമ്മുടെ തൻഷാൻ കണ്ണൂർ എന്ന് പറയുന്ന 99% വൈകല്യമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് അറിയാലോ. അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ട്. എൻ്റെ അടുത്ത് നിന്ന് ഒരു ആയുർവേദ ഡോക്ടർ വെൽഹാർട്ട് വാങ്ങിക്കൊണ്ടുപോയി ബാംഗ്ലൂരിൽ പേഷ്യന്റിന് കൊടുത്തിട്ടുള്ള കഥ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ശ്രദ്ധിക്കുക, അത് ഭയങ്കര സംഭവമാട്ടോ, രോഗം മാറ്റി കൊടുക്കാൻ പറ്റും, എനിക്ക് ഒന്നുകൂടെ വേണം എന്ന് പറഞ്ഞു. അവസാനം ഒന്ന് ചോദിച്ചാൽ 2 വാങ്ങിയിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി അപാരമായതുകൊണ്ട് തന്നെ ഏതൊരാളും മടിച്ചു നിൽക്കാതെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും, ബിസിനസ് ഏറ്റെടുക്കും. അപ്പൊ അവരുടെ പ്രൊഫഷൻ അവിടെ ഒന്നും ആയിരിക്കൂല. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മൾ ഈ ഓളത്തിൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ ഒരു കഴിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളും ഈ കൂട്ടത്തിൽ അങ്ങനെ ഒഴുകി പോകും. അപ്പൊ അത് മനസ്സിലാക്കി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക എന്ന് വീണ്ടും ആവർത്തിച്ച് പറയാണ്.